ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, പുതിയൊരു ദിവസം കൂടി ദൈവം നമ്മൾക്ക് തന്നതിന് ദൈവത്തിന് നമ്മൾ നന്ദി പറഞ്ഞ് ദൈവത്തോടൊപ്പമായിരിക്കുവാൻ, ദൈവസന്നിധിയിൽ മഹത്വം കൊടുക്കുവാൻ ഇന്നത്തെ ദിവസം ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം മർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം 38-ാം തിരുവചനം. പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെപ്പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് കൂടെ വരുമ്പോൾ ലജ്ജിക്കും. ദൈവവചനത്തിൻ്റെ ശക്തി എന്തെന്നും യേശുക്രിസ്തു ആരെന്നും ഉള്ള ശക്തമായ ദൈവവചന ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് ശ്രവിച്ചത്. സുവിശേഷനിലൂടെ യേശുക്രിസ്തു തന്നെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ നിങ്ങൾ ലജ്ജിക്കുകയാണെങ്കിൽ അന്ത്യവിധിയുടെ സമയത്ത് പിതാവായ ദൈവത്തിൻ്റെ മുന്നിൽ ഞാനും നിങ്ങളെക്കുറിച്ച് ലജ്ജിക്കും. നമ്മളുടെ മുന്നോട്ടുള്ള ദിവസങ്ങൾ, മുന്നോട്ടുള്ള ജീവിതയാത്രയിൽ യേശുക്രിസ്തുവിന് വേണ്ട സ്ഥാനം കൊടുക്കുകയും അവൻ്റെ ദൈവവചനങ്ങൾക്ക് ശക്തമായ വിശ്വാസം രേഖപ്പെടുത്തുകയും ആ ദൈവവചനങ്ങളാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടുകയും ചെയ്താൽ, ആ യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ചാൽ, പിതാവായ സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ മുന്നിൽ യേശുക്രിസ്തു നമ്മളെ തള്ളിപ്പറയുകയില്ല, നമ്മളെക്കുറിച്ച് ലജ്ജിക്കുകയില്ല, നമ്മളെ 2 കൈ നീട്ടി സ്വീകരിക്കുന്ന ദൈവമായി പിതാവിൻ്റെ മുന്നിൽ ഉണ്ടാകും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും കരുണയും സമാധാനവും നിങ്ങൾക്കെല്ലാവർക്കും ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹത്തിൻ്റെ ദിവസമായി മാറും. ദൈവത്തിൽ വിശ്വസിക്കുകയും യേശുക്രിസ്തുവിനെ വിശ്വസിക്കുകയും അവിടുത്തെ വചനത്തെ തള്ളിപ്പറയാതിരിക്കാനും നമ്മൾക്ക് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാം. യേശുവിനോടൊപ്പം യാത്ര ചെയ്യാം. നിങ്ങളുടെ ഇന്നത്തെ ദിവസം യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.